ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എൻ്റെ മേക്കപ്പ് കളക്ഷൻസ് ആണ്. ഒരുപാട് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നുമില്ല, അഫോർഡബിൾ റേറ്റിലുള്ള എന്നാൽ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് ആണ്. ഇതെല്ലാം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നും purple.com-ൽ നിന്നും പിന്നെ ഷോപ്പുകളിൽ നിന്നുമാണ് വാങ്ങിയിട്ടുള്ളത്. കൂടുതലും ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം എൻ്റെ കുറച്ച് ഇയറിങ്സ്, മാല, വളയൊക്കെ കാണാം. ഇത്രയുമാണ് എൻ്റെ ഇയറിങ്സ് കളക്ഷൻസ്. ഇതെല്ലാം ഞാൻ ഷോപ്പുകളിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. എപ്പോഴും ഉപയോഗിക്കാറ് ഇതുപോലെയുള്ള സ്റ്റഡുകളാണ്. ഈ ജിമിക്കി കമ്മലുകളൊക്കെ ഓണാഘോഷത്തിന് ഇടാനായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. പിന്നെ ജിമിക്കി കമ്മലുകൾ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് എപ്പോഴും ഉപയോഗിക്കാറില്ലെങ്കിലും ഷോപ്പുകളിലൊക്കെ പോകുമ്പോൾ വാങ്ങിക്കാറുണ്ട്. പിന്നെ ഈ രണ്ട് വലിയ കമ്മലുകൾ അത് കുർത്താടെ കൂടെയൊക്കെ ഇടാനായിട്ടാണ്. പിന്നെ രണ്ടെണ്ണം മാല വാങ്ങിച്ചപ്പോൾ സെറ്റായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. മാലകളാണെങ്കിലും ഓണാഘോഷത്തിന് ഇടാനായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. എപ്പോഴും നമ്മൾ ഇതുപോലെയുള്ള മാലകൾ ഇടാറില്ലാത്തത് കാരണം മാലകളുടെ ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല. വളകളുടെയും ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല. എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ ഉള്ളപ്പോൾ മാത്രമേ ഇതുപോലുള്ള വളകളൊക്കെ ഇടാറുള്ളൂ. ഇനി നമുക്ക് മുകളിൽ ഷെൽഫിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. കടലമാവും മുൾട്ടാണി മിൽറ്റിയും ഒലിവ് ഓയിലും ഒക്കെയാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്. ചന്ദനത്തിൻ്റെ പൗഡറുമുണ്ട്. DIY ചെയ്യാനുള്ള ആവശ്യമായ സാധനങ്ങളൊക്കെയാണ് ഞാൻ മുകളിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് പ്രിമാഡോണയുടെ കോട്ടൺ പാഡ്സ് ആണ്. നല്ലൊരു കോട്ടൺ പാഡ്സ് ആണ്. ഇതിൻ്റെ സെപ്പറേറ്റ് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത് ഹെയർ കെയർ പ്രോഡക്റ്റ്സ് ആണ്. ഇത് സ്ട്രീക്സിൻ്റെ ഹെയർ സീറമാണ്. ഡ്രൈ ഹെയർ ഉള്ളവർക്കും കേളി ഹെയർ ഉള്ളവർക്കും നല്ലൊരു ഹെയർ സീറമാണിത്. ഈ ഹെയർ സീറം യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങുകയാണെങ്കിൽ സൺലൈറ്റിൽ നിന്നും ഡേർട്ട്, പൊല്യൂഷൻ ഇവയിൽ നിന്നൊക്കെ നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ മുടിക്ക് നല്ലൊരു തിളക്കവും ലഭിക്കും. അടുത്തത് സുപ്പീരിയയുടെ ഷാമ്പു ആണ്. ഞാൻ ഈ ഒരു ഷാമ്പു മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. കാരണം വേറെ ഏത് ഷാമ്പു യൂസ് ചെയ്താലും എനിക്ക് തലവേദന എടുക്കും. പക്ഷേ ഈ ഒരു ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇതിൽ ചെമ്പരത്തിയാണ് ഇതിലെ കണ്ടൻറ്റ്. മുടിക്ക് നല്ല കറുപ്പും തിളക്കവും ലഭിക്കാൻ ഈ ഷാമ്പു നല്ലതാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ പാരച്യൂട്ട് അഡ്വാൻസ്ഡ് കോക്കനട്ട് ഹെയർ ഓയിലാണ്. ഞാൻ യൂസ് ചെയ്യുന്ന കണ്ടീഷണർ ഡോവിൻ്റെ കണ്ടീഷണറാണ്. നല്ലൊരു കണ്ടീഷണറാണിത്. മുടി കൊഴിച്ചിലിൽ നിന്നും മുടിയുടെ അറ്റം പിളരുന്നതിൽ നിന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നൊരു കണ്ടീഷണറാണിത്. അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്ന പെർഫ്യൂംസ് ആണ്. എൻചാൻഡറിൻ്റെ പെർഫ്യൂമാണിത്. അടുത്തത് എൻവി. ഇത് ശരിക്കും അബദ്ധം പറ്റി വാങ്ങിയ ഒരു പ്രോഡക്റ്റാണ്. യൂട്യൂബിൽ ഇതിൻ്റെ റിവ്യൂ ഒക്കെ നല്ലതായിരുന്നു, പക്ഷെ വാങ്ങിയപ്പോൾ ഇതിൻ്റെ സ്മെല്ല് തല കറങ്ങുന്ന ഒരു സ്മെല്ലായിരുന്നു. അടുത്തത് ഞാൻ മൈസൂർ പോയപ്പോൾ വാങ്ങിയൊരു ചന്ദനത്തിൻ്റെ റോളറാണ്. നല്ല സ്മെല്ലാണ്. അത് തീർന്നു കഴിഞ്ഞാൽ അതേ സ്മെല്ലുള്ള റോളർ ഒരുപാട് അന്വേഷിച്ചിട്ടും എനിക്ക് കിട്ടിയില്ല. പിന്നെയുള്ളത് അടുത്തത് ലെക്സിൻ്റേതാണ്. ഇത്രയുമാണ് ഞാൻ യൂസ് ചെയ്യുന്ന പെർഫ്യൂംസ്. പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരേ ഒരു സോപ്പാണിത്, രക്തചന്ദനത്തിൻ്റെ സോപ്പ്. ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയൊരു വീഡിയോ ആയിരുന്നു അത്. ഈ സോപ്പ് ഞാൻ യൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം ഇത് നമുക്ക് പിമ്പിൾസ് വരുന്നതൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബ്ലാക്ക് മാർക്സ്, പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കുറയ്ക്കും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് നെയിൽ പോളിഷാണ്. പിന്നെയുള്ളത് മുടി കെട്ടാൻ ഉപയോഗിക്കുന്ന സ്ലൈഡുകളൊക്കെയാണ്. ഇനി നമുക്ക് താഴത്തെ ഷെൽഫിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അടുത്തത് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണ്. ഇത്രയുമാണ് എൻ്റെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ്. ഇത് പമ്മിൻ്റെ ഗ്രീൻ ടീ ടോണറാണ്. ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ടോണറാണിത്. ഇത് ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയ നല്ലൊരു ടോണറാണ്. പോർസൊക്കെ നന്നായി മിനിമൈസ് ചെയ്യും. അടുത്തത് VLCCയുടെ ക്ലെൻസിങ് മിൽക്കാണ്. ഇത് നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയ നല്ലൊരു ക്ലെൻസിങ് മിൽക്കാണ്. ഇത് ആയുറിൻ്റെ ക്ലെൻസിങ് മിൽക്കാണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പറ്റിയതാണ്. ഇത് ഗാർണിയറിൻ്റെ മിസെല്ലാർ ക്ലെൻസിങ് വാട്ടറാണ്. നല്ലൊരു മേക്കപ്പ് റിമൂവറാണിത്. ഈ പ്രോഡക്ട്സിൻ്റെ എല്ലാം സെപ്പറേറ്റ് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇതൊരു സ്പ്രേ ബോട്ടിലിൽ റോസ് വാട്ടർ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. റോസ് വാട്ടർ നമുക്ക് ടോണറായിട്ടും യൂസ് ചെയ്യാം. ഈ സ്പ്രേ ബോട്ടിൽ ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇത് VLCCയുടെ ഗോൾഡൻ ഫേഷ്യൽ കിറ്റാണ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഫേഷ്യൽ കിറ്റാണ്. ഇനി നമുക്ക് മോയ്സ്ചറൈസേഴ്സ് നോക്കാം. ഇത് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ മാറ്റിഫൈങ് മോയ്സ്ചറൈസറാണ്. ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയ നല്ലൊരു മോയ്സ്ചറൈസറാണിത്. ഇത് വൗ 99% പ്യൂർ അലോവേര ജെല്ലാണ്. ഇതും നമുക്ക് മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാം. അടുത്തത് ഗുഡ് വൈബ്സിൻ്റെ അലോവേര പ്ലസ് നീം ആക്നി കൺട്രോൾ പ്ലസ് ഹൈഡ്രേറ്റിംഗ് ജെല്ലാണ്. ഇത് ജെൽ കൺസിസ്റ്റൻസിയിലുള്ള നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഓയിലി സ്കിന്നുകാർക്കാണ് ഇത് കൂടുതലും നല്ലത്. ഇത് ഹോമിയോയിലുള്ള അലോവേര കലൻഡുല ഓൾ പർപ്പസ് ക്രീമാണ്. മുഖത്തെ കറുത്ത പാടുകളൊക്കെ മാറാൻ നല്ലൊരു ക്രീമാണിത്. അതുപോലെ ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് മോയ്സ്ചറൈസറായിട്ടും യൂസ് ചെയ്യാം. അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻസ് ആണ് കാണിക്കുന്നത്. ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ലോട്ടസിൻ്റെ സൺസ്ക്രീനാണ്. ഇത് ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയ നല്ലൊരു സൺസ്ക്രീനാണ്. ജെൽ കൺസിസ്റ്റൻസിയിലുള്ളതാണിത്. അടുത്തത് ഗുഡ് വൈബ്സിൻ്റെ സൺസ്ക്രീനാണ്. ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു വൈറ്റ് കാസ്റ്റ് പോലെ ഉള്ളതുകൊണ്ട് ഇതങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ യൂസ് ചെയ്യുന്ന 2 പ്രൈമറാണ്. NYBയുടെ പ്രൈമറും വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഫോട്ടോ ഫോക്കസ് പ്രൈമറും. ഈ NYBയുടെ പ്രൈമർ ജെൽ കൺസിസ്റ്റൻസിയിലുള്ളതാണ്. പോഴ്സൊക്കെ നന്നായിട്ട് മിനിമൈസ് ചെയ്യും. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഫോട്ടോ ഫോക്കസ് പ്രൈമർ നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ തരും. ഞാൻ യൂസ് ചെയ്യുന്ന സെറ്റിംഗ് സ്പ്രേ ഹ്യൂഡാ ബ്യൂട്ടിയുടെയാണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ പ്രൈസ് 99 റുപ്പീസ് ആയിരുന്നു. ഫൗണ്ടേഷൻസ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ 3 ഫൗണ്ടേഷൻസ് ആണ്. ലാക്മിയുടെ ഫൗണ്ടേഷൻ, വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഫോട്ടോ ഫോക്കസ് ഫൗണ്ടേഷൻ, മേബിലിൻ ഫിറ്റ് മീ മാറ്റ് പോർലെസ് ഫൗണ്ടേഷൻ. ഈ 3 ഫൗണ്ടേഷൻസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫൗണ്ടേഷന് പകരമായിട്ട് യൂസ് ചെയ്യുന്നത് ലാക്മിയുടെ CC ക്രീമും പോൺസിൻ്റെ BB ക്രീമുമാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ളൊരു ക്രീം എന്ന് പറയാനായിട്ട് ഫെയർ ലവ്ലിയുടെ ഒരു ക്രീമുണ്ട്. അത് ഞാൻ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. വൈറ്റോണിൻ്റെ ടാൽക്കം പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കോമ്പാക്റ്റ് യൂസ് ചെയ്യുന്നത് ലാക്മിയുടെ കോമ്പാക്റ്റ് ആണ്. ഹൈലൈറ്ററായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഷിവാന കളേഴ്സിൻ്റെതാണ്. ഇതൊരു പൗഡർ ഫോമിലുള്ള ഹൈലൈറ്ററാണ്. ഐഷാഡോ യൂസ് ചെയ്യുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐഷാഡോ പാലറ്റാണ്. പിന്നെ ഇത് എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഐഷാഡോ പാലറ്റുമാണ്. പിന്നെയുള്ളത് മസ്കാരയാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മേക്കപ്പ് ബ്രഷസും ബ്യൂട്ടി ബ്ലെൻഡറും. ഇത് ഞാനൊരു കൗതുകത്തിന് വാങ്ങിയതാണ്, ഫേക്ക് ലാഷസ്. ഇതുവരെ ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് ഒരുപാട് ലിപ്സ്റ്റിക് കളക്ഷൻസ് ഒന്നുമില്ല. ഇത് ഐ ആംസ്റ്റർഡാമിൻ്റെ മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഫേവററ്റ് ലിപ്സ്റ്റിക്കാണ്. ഇത് ഐ ആംസ്റ്റർഡാമിൻ്റെ തന്നെ ലിപ് ക്രയോൺ ആണ്. ഇതും നല്ലൊരു ലിപ് ക്രയോൺ ആണ്. അടുത്തത് NYBയുടെ ലിപ് ക്രയോൺ ആണ്. പിന്നെ ഇത് മിസ് ക്ലെയറിൻ്റെ ഒരു ലിപ് ലൈനറാണ്. പിന്നെ ഒരു ലിപ് ഗ്ലോസ് ആയുരിൻ്റെ ലിപ് ബാം. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന കാജൽസ് ആൻഡ് ഐലൈനേഴ്സ് കാണാം. സ്റ്റേ കുറുക്കിയുടെ ബെഡാസ് കാജൽ, മേബിലിൻ്റെ കൊളോസൽ കാജൽ, ലാക്മി ഐക്കോണിക് കാജൽ, ഐടെക്സ് ഡാസ്ലർ ഐലൈനർ, ഹിമാലയയുടെ കാജൽ, മ്യൂസിക് ഫ്ലവറിൻ്റെ ജെൽ ഐലൈനർ അതിൻ്റെ ബ്ലൂ ആൻഡ് ബ്ലാക്ക്, സ്റ്റേ കുറുക്കിയുടെ ഐലൈനർ അതിൻ്റെ ഗ്രീൻ ആൻഡ് ബ്ലാക്ക്. ഇത്രയുമാണ് ഞാൻ യൂസ് ചെയ്യുന്ന കാജൽസ് ആൻഡ് ഐലൈനേഴ്സ്. പിന്നെ ഇത് നല്ലൊരു ബ്രൗൺ ഐബ്രോ പെൻസിലാണ്. കളർ കറക്റ്റിനും കോണ്ടോറിങ്ങിനുമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ NYBയുടെ കൺസീലർ സ്റ്റിക്കാണ്. കൺസീലറായിട്ട് യൂസ് ചെയ്യുന്നത് കളേഴ്സ് ക്വീൻ്റെ ഒരു കൺസീലറാണ്. പിന്നെ ഇത് പെരുന്നാളിനും ഉത്സവങ്ങൾക്കുമൊക്കെ വെച്ചുവാണിക്കടകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു തരത്തിലുള്ള പൊട്ടാണ്. ഇത് ഷോപ്പിലും അവൈലബിൾ ആണ്. ഞാൻ വാങ്ങിച്ചത് ഒരു ഷോപ്പിൽ നിന്നാണ്. ഇത് ശരിക്കും ഒരു നൊസ്റ്റാൾജിയ ഫീൽ തോന്നി വാങ്ങിയതാണ്. സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു പൊട്ടായിരുന്നു യൂസ് ചെയ്തത്. ഇതും അതുപോലെ പല നിറത്തിലുള്ള ഒട്ടിക്കുന്ന ടൈപ്പിലുള്ള പൊട്ടികളാണ്. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ മേക്കപ്പ് കളക്ഷൻസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ.